ഖലിസ്ഥാൻ ഭീകരൻ നിജ്ജറുടെ കൊലപാതകത്തിൽ കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന 4 ഭാരതീയർക്ക് ജാമ്യം. കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭാരതം എന്ന ആരോപണത്തിന് തിരിച്ചടി കൂടിയാണ് കോടതി നിലപാട്. നിജ്ജർ കൊല്ലപ്പെട്ട സംഭവത്തിനു പിന്നിൽ ഭാരതം എന്ന തെറ്റായ ആരോപണം ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചിരുന്നു. ട്രൂഡോയുടെ നിലപാടിന്റെ തിരിച്ചടി കൂടിയാണ് ജാമ്യം ലഭിച്ച സംഭവം. ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൻ, നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന 4 ഭാരതീയർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭാരതം എന്ന വ്യാജ ആരോപണത്തിനുള്ള തിരിച്ചടി കൂടിയാണ് കോടതിയുടെ നിലപാട് എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലോ. തീർച്ചയായും രോഹിണി, ആ കോടതിയുടെ നിലപാടിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾ, ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾ തീർച്ചയായും ഒരു വ്യാജമായ അല്ലെങ്കിൽ വസ്തുതാപരമല്ലാത്തത് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കറിയാവുന്നതാണ് കരൺപ്രീത് സിംഗ് അതുപോലെ തന്നെ അമൻദീപ് സിംഗ് എന്നീ 4 പേരാണ്, ഇന്ത്യൻ വംശജരായ 4 പേരാണ് അവിടെ ജയിലിൽ കഴിഞ്ഞിരുന്നത്. അത് നിജ്ജറുടെ 2023 ജൂലൈയിൽ കാനഡയിൽ നടന്ന നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ് എന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണത്തെ തെളിയിക്കത്തക്ക യാതൊരു തെളിവുകളും കൃത്യമായി നൽകാൻ ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഇവരെ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന വിവരമാണ്, സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കൂടുതൽ കാലം തടങ്കലിൽ കഴിയാൻ അനുവദിക്കാനാവില്ല എന്ന നിലപാട് കൂടി കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആരോപണം, അതായത് നിജ്ജറുടെ ആരോപണം കേവലം ഒരു കോടതി നടപടി എന്നതിനുപരി നിജ്ജറുടെ ആരോപണത്തിന്റെ നിജ്ജറുടെ വധം സംബന്ധിച്ച ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തിന് വസ്തുതകളില്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയൊരു നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഭാരതവുമായി ഉണ്ടായിരുന്നു. പാർലമെന്റിൽ തന്നെ ഭാരതത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന ഒരു നിലപാട് ജസ്റ്റിൻ ട്രൂഡോ പറയുകയും ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്കറിയാം, നേരത്തെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ആ ഭരണത്തെ പിന്തുണച്ചിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു ഖാലിസ്ഥാൻ വിഭാഗത്തിന്റെ ഒരു ഹാൻഡാണ്, പൊളിറ്റിക്കൽ ഹാൻഡായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ലഭിച്ചിരുന്ന പിന്തുണ തകർക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിജ്ജറുടെ കൊലപാതകം സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന കൃത്യമായ നിരീക്ഷണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനെയെല്ലാം തന്നെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ സുരക്ഷിതമായി തങ്ങളോടൊപ്പം ലിബറൽ പാർട്ടിയുടെ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കം മാത്രമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ട്രൂഡോ രാജിവെക്കേണ്ടത് അനിവാര്യമെന്ന് വ്യക്തമാക്കുന്ന ഒരു നിലപാട് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ പാർട്ടി ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായതോടെ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോ പോലും പിന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ രാജി കൂടി പുറത്തു വന്നതോടെ നിയമ നടപടികൾ കുറെ കൂടി കാര്യക്ഷമമായ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ കാനഡയിലെ കോടതിയിൽ പോലും കൃത്യമായി ബോധിപ്പിക്കാൻ കാനഡയ്ക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് സാധിക്കുന്നില്ല എന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം, നയതന്ത്രപരമായ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിൽ നിന്നും ആദ്യമായി വായിച്ചെടുക്കാവുന്നത്. മാത്രമല്ല, ഈ ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി വിട്ടുവീഴ്ചാപരമായ നിലപാട് ചെയ്ത് ഭാരതത്തിലേക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദത്തിന് പണം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന ഭാരതത്തിന്റെ ആരോപണം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.